അവർ 7 യുവാക്കളായിരുന്നു. ഇത് അവൽ ഫിറ്റിയ, നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും വലിയ മാതൃകയുമാണിത്. ചെറുപ്പക്കാർ ആ ഒരു യൗവനകാലത്തൊക്കെ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് പിന്നെ ഒരു 19-60 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു തിരിച്ചുവരവ്, അതിനൊന്നും പ്രയാസമൊന്നുമില്ല. അള്ളാഹു തആല കൈനീട്ടി സ്വീകരിക്കാൻ ഒരുക്കമാണ്. ഏത് പാപിയെയും അള്ളാഹു സ്വീകരിക്കും. മനുഷ്യന്മാരെ ഇപ്പൊ കൈവെടിഞ്ഞേക്കും. മനുഷ്യന്മാരെ പഴയ കഥ പറയും, അങ്ങനെ ചെയ്ത ആളല്ലേ മുമ്പ്. അള്ളാഹു അങ്ങനെയൊന്നും പറയില്ല. അള്ളാഹു അവൻ തൗബ ചെയ്തില്ലേ, അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്തു കഴിഞ്ഞാൽ അവൻ തെറ്റില്ലാത്തവനെ പോലെയല്ലേ. ഇതാണ് അള്ളാഹുവിന്റെ കണക്കൂട്ടൽ. മനുഷ്യന്മാരെങ്ങനല്ലോ എത്ര തൗബ ചെയ്താലും ആർക്കറിയാം തൗബയൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ഇപ്പം പറയും അല്ലേ. അവനിപ്പോ ഒരു പുണ്യാളനാവണ്ട. നമ്മുടെ ചങ്ങരകുളം മാത്രമേ പുണ്യാളം കുന്ന് എന്ന സ്ഥലമുണ്ട്. ഇപ്പൊ ഉണ്ടോ നല്ലൊരു 10-20 കൊല്ലം മുമ്പേ ഞാൻ വേദാരം ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ എന്താ ഈ പുണ്യാളം കുന്ന്, പുണ്യവാളൻ കുന്ന് എന്നാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ നന്നായിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. അപ്പൊ നാട്ടുകാരിട്ട പേരാ പുണ്യാളം കുന്ന്. ചങ്ങരകുളത്തേരുണ്ടോ ചെയ്യാനൊരു ഭാഗത്തുള്ളവര്? അപ്പൊ ആ നാടിന്റെ പേര് മാറ്റിക്കണമെന്നറിയില്ല. മനുഷ്യന്മാരങ്ങനെ പറയാം, നന്നാവാൻ വിടൂല. പഴയ കഥ പറയും. പിന്നെ അതൊക്കെ അള്ള പുറത്തു കൊടുത്തിട്ടുണ്ടാവും. നീ എന്തിനാ പറയുന്നത്? അള്ള പുറത്തു കൊടുത്തിട്ടുണ്ടാവും. അള്ളാഹു ഗഫൂറുർ റഹീമാണ്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് അവൽ ഫിറ്റിയ, യുവാക്കളിൽ അള്ളാഹു തആല കൊടുക്കുകയാണ്. ഇത് ഏറ്റവും വലിയ അത്ഭുതം. ഒരു നബി വരാത്ത കാലമാണിത്. സയ്യിദുനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു തആല അള്ളാഹുലേക്ക് ഈസ നബിയെ ഉയർത്തിയതിന്റെയും 200-ലേറെ വർഷങ്ങൾക്ക് ശേഷമായി സംഭവം നടക്കുന്നത്. AD 250-ലാണ്. ഇതിപ്പോ AD 2015 അല്ലേ. ഈസ നബി അലൈഹിസ്സലാമിന്റെ ജനനം കഴിഞ്ഞിട്ട് 2015 കൊല്ലായി. മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. AD 280-ലാണ് സംഭവം നടക്കുന്നത്. ഒരു നബി വന്ന് വിളിച്ചു പറയാതെ, ഒരു പ്രബോധകൻ വരാതെ തന്നെ 7 യുവാക്കളുടെ മനസ്സിൽ, ഓരോരുത്തരുടെ മനസ്സിലും ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ വണങ്ങുന്ന എന്റെ മുമ്പിലുള്ള ഈ ബിംബം അത് ശരിയല്ലല്ലോ എന്ന ആശയം അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഫിത്രത്തിന്റെ മതമാണെന്ന് പറയാൻ കാരണം. നമ്മുടെ ഇന്നൈറ്റ് നേച്ചർ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള പ്രകൃതം തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നതാണെന്നാണ്. ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ഖൽബിന്റെ ഉള്ളിൽ അതിന്റെ ബേസിക്കുകൾ മനസ്സിലാവും. അള്ളാഹു ഏകനാണെന്നും ഈ ലോകത്തിന് 3000 ദൈവങ്ങളെ പറ്റൂല, 3 അതും പറ്റില്ല, ഒന്നേ പാടുള്ളൂ. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അങ്ങനത്തെ ഒരാൾ ഈ സൃഷ്ടാവായ ഒരുത്തൻ ഈ പ്രപഞ്ചത്തിന് അനിവാര്യവുമാണ്. അത് 2 ആൾ പറ്റില്ല. ആ പടച്ചവൻ ഞാൻ എന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ശില്പമായി കൂടാ. ഇതൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യന്റെ പ്യൂർ നേച്ചർ മാത്രം മതി. അത് ഈ യുവാക്കൾ മനസ്സിലാക്കി എന്നതാണ് ഇവിടെ ഖുർആൻ ഉയർത്തി പറയുന്നത്. കാരണം വിളിച്ചുകൊണ്ടുവന്നാൽ പള്ളിയിലേക്ക് പോരുന്നവരുണ്ടാവും. നീ കള്ളു കുടിക്കല്ലടോ എന്ന് പറഞ്ഞാൽ കള്ളുകൂടി നിർത്തുന്നവരുണ്ടാവും. ഇതൊന്നും പറയാതെ തന്നെ, ഒരു തിന്മയിലേക്കും പോവാതെ നന്മ മനസ്സിലാക്കുന്ന ഒരവസ്ഥ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ വഴിതെറ്റിക്കുകയാണ്. അവന്റെ ഉമ്മയും വാപ്പയുമാണ് അവനെ ക്രിസ്ത്യാനിയും ജൂതനും അതുപോലെ മാഗിയനുമാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ നശിപ്പിച്ചത്. മനുഷ്യൻ അവന്റെ പ്രകൃതിയെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്. ഈ യുവാക്കൾ അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണ്. ദഖിയാനുസ് രാജാവ് ഭരിക്കുന്ന ആ പ്രദേശത്ത് വലിയൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകളൊക്കെ ചോദിച്ചു, പോവല്ലേ? ഒരുത്തൻ പറഞ്ഞു, ഞാനില്ല, ഞാൻ വരുന്നില്ല. എന്തേ? ഒന്നുമില്ല, ഞാൻ വരുന്നില്ല. എല്ലാവരും ഉത്സവത്തിന്റെ ബഹളത്തിലായിരിക്കുന്ന സമയത്ത് ഒരു വൃക്ഷത്തിന്റെ താഴെ പോയി ചെറുപ്പക്കാരിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരുത്തൻ വന്ന് അരികത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ 3-മത്തെ ഒരാളും വന്നു. 4 5 6 7 പേരായി. പിന്നെ അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ചാറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ള ആളോട് അവർ സംസാരിക്കും. അതുകൊണ്ട് ചോദിച്ചു, അല്ല നീ എന്തിനാ പോയി വന്നത്? ഇന്നങ്ങനെയൊന്നുമില്ലല്ലോ. ബസ് സ്റ്റോപ്പിലേക്ക് ഒരുത്തൻ അങ്ങനെ കളിക്കുന്നു, ഇപ്പുറത്ത് വേറൊരുത്തൻ. സ്വന്തം അടുത്തുള്ള ആളോട്, ഇവനെ ഏതെങ്കിലും വല്ല കാനഡയിലുള്ള ആളോടോ ഫ്രാൻസിലുള്ള ആളോടൊക്കെ ചാറ്റ് ചെയ്യുന്നു. തൊട്ടടുത്തുള്ള മനുഷ്യനെ പരിചയപ്പെട്ടിട്ട് പോരെ, അപ്പുറത്തുള്ള അത് ചെയ്യും. ഇരിക്കട്ടെ. അവര് ചോദിച്ചു, എന്താ വന്നത്? പറഞ്ഞേ, എനിക്കിത് പിടിക്കണില്ല. എനിക്കും അങ്ങനെ തന്നെ. നീയോ? എന്റെ മനസ്സിലും അതന്നെ. നീയോ? ഞാനിത് മുമ്പേ തീരുമാനിച്ചതാണ്, ഇത് ശരിയല്ല. നോക്കുമ്പോ 7 പേരുടെയും ആശയം ഒന്ന് തന്നെ. ഇവരെ ഒരു ഉത്സവത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ, പഴയ കാലത്തൊക്കെ വളരെ ഇന്റിമസി ആയിരിക്കും. നമ്മുടെ ഗ്രാമങ്ങളിലുള്ള പോലെ പെട്ടെന്ന് വിഷയം അറിയും.
അപ്പൊ 7 പേര് മാറി നിന്നിട്ടുണ്ടെന്ന വിഷയം രാജാവ് അറിയുന്നു. അവ 7 പേരെയും രാജാവിന്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുമ്പിൽ കൊണ്ടുവരികയാണ്. അപ്പൊ രാജാവ് ചോദിക്കുന്നു അവരോട്, നിങ്ങൾ എന്താണ് ഞാൻ വിശ്വസിക്കുന്ന മതം വിശ്വസിക്കാത്തത്? പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു മഹോന്നതനാണ്, അത് ഞങ്ങൾക്കറിയാം. അത് ഈ കല്ലോ ബിംബമോ ശില്പമോ ഒന്നുമല്ല. രാജാവ് പറഞ്ഞു, നിങ്ങളിപ്പോ ചെറുപ്പക്കാരാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പൊ ശിക്ഷിക്കുന്നില്ല. മക്കൾ പൊയ്ക്കോളൂ, വീട്ടിലേക്ക് ചെല്ലുക, ഒരൽപ്പം റെസ്റ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ യൗവനം കണ്ടിട്ട്, കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട്. അന്ന് രാത്രിക്ക് രാത്രി അവർ തീരുമാനിച്ചു, നമ്മളിവിടെ നിന്നാൽ അപകടത്തിലാണ്, അതുകൊണ്ട് നമുക്ക് നാട് വിടാം. ഹിജറ ചെയ്യുകയാണ്, ഹിജറ പോവുകയാണ്, നമുക്ക് നാട് വിട്ടുപോകാം. ഒരുത്തൻ പറഞ്ഞു, എന്റെ വാപ്പ ആടുകളെ മേച്ചു നടന്നിരുന്നൊരു പ്രദേശമുണ്ട്, അവിടെ ഒരു ഗുഹയുണ്ട്, നമുക്ക് അവിടെ പോയി നിൽക്കാം, ആരും അറിഞ്ഞില്ല എന്ന് വരും. അങ്ങനെ ഇവർ രാത്രിക്ക് രാത്രി നാട് വിട്ടു. രാത്രി നടന്ന് 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 ഒരുപാട് ദൂരം വെച്ച് നേരം പുലർന്നു. ആ പ്രഭാത സമയത്തും യാത്ര തുടർന്നു. കയ്യിലുള്ള ഒരൽപ്പം ഭക്ഷണവുമായി പോകുമ്പോ ഒരാട്ടിടയനെ കണ്ടു. അയാളുടെ കയ്യിലൊരു നായയുണ്ട്. ആട്ടിടയന്റെ കയ്യിൽ നിന്നും നായ ഈ ചെറുപ്പക്കാരുടെ പിന്നാലെ കൂടുകയായി. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അവർ പന്ത് തട്ടിക്കളിച്ചാ പോയത്, ആളുകൾ ഇവർ കളിക്കുകയാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ജനങ്ങളുടെ കൺമുമ്പിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ നായ കൂടെ വന്ന് കുരക്കാൻ തുടങ്ങിയപ്പോ ഇവര് വിചാരിച്ചു, ഈ നായ ഇങ്ങനെ കുരച്ചാ പ്രശ്നമാണല്ലോ, നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നായയെ എറിഞ്ഞു ഓടിക്കാൻ നിൽക്കുമ്പോൾ ആ നായ ആകാശത്തേക്ക് കൈയുയർത്തുന്ന പോലെ, നിലത്ത് കടന്നതിന്റെ കൈയുയർത്തുന്ന പോലെ അവർക്ക് തോന്നി. അതെന്തോ സംസാരിക്കുന്നുവല്ലോ. ശ്രദ്ധിച്ചു കേട്ടപ്പോൾ, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ എനിക്കിഷ്ടമാണ് എന്ന ഒരു സംസാരം ആ നായയിൽ നിന്ന് അവർ കേൾക്കുകയാണ് ഉണ്ടായത്. അത് വലിയ അത്ഭുതമായിരുന്നു. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, ഇത് അത്ഭുതമല്ല നബിയെ, ഇതിലും വലിയ അത്ഭുതം അള്ളാഹു ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നാണ് ആശയം തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത്. ആ നായെ സംസാരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കാന റജുലുൻ മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരാൾ തന്റെ മൃഗം അത് കൃഷിക്ക് ഉപയോഗിച്ച് തിരിച്ചു വരുമ്പോ ആ കാളയുടെ പുറത്ത് കയറി സഞ്ചരിച്ചപ്പോ ആ കാള പറഞ്ഞു, എന്ത് ലം ഉഖ്ലഖ് ലിഹാദാ, ഇതിനല്ലല്ലോ അള്ളാഹു എന്നെ പടച്ചത് എന്ന് ആ മൃഗം സംസാരിച്ചു എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ സദസ്സിലുണ്ടായിരുന്ന ചില യുക്തിചിന്തയുണ്ടായിരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതതകല്ലമു ബഖറ, വായ പൊത്തിപ്പിടിച്ച്, പശു സംസാരിക്കണ കഥ അപ്പൊ നബി പറയണത്, അതതകല്ലമു ബഖറ, ഒരു പശു സംസാരിക്കുകയോ? ഇതങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആമൻതു ബിഹി അന വ അബൂബക്കർ വ ഉമർ, ഈ വിഷയം ഞാനും അബൂബക്കറും ഉമറും വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ സിദ്ദീഖ് എന്നവരും ഉമർ റളിയല്ലാഹു അൻഹും ഇല്ലായിരുന്നു എന്നാണ്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, ഈ വിഷയം ഹഖാണെന്നും ഞാൻ നുണ പറയില്ലെന്നും എന്റെ സിദ്ദീഖ് എന്നവർക്കും ഉമർ എന്നവർക്കും അറിയാം. അവരാണ് എന്റെ കൂടെ നടക്കുന്ന ആളുകൾ. മൃഗങ്ങൾ സംസാരിക്കുമെന്നാണ്. ലാ തഖൂമു സ്സാഅ ഹത്താ തുകല്ലിമ അസ്സിബാഉൽ ഇൻസ്, കാട്ടിലെ മൃഗങ്ങൾ, വലിയ വൈൽഡ് ആനിമൽസ്, അത് മനുഷ്യരോട് ഡയറക്റ്റായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഡയലക്റ്റിൽ, ഭാഷയിൽ സംസാരിക്കുന്നതുവരെ ലോകാവസാനം നടക്കുകയില്ലെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവസാനത്തിന്റെ മുമ്പ് മൃഗങ്ങൾ സംസാരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ വരുമെന്നാണ്. ശരിക്ക് തിരിയുന്ന ഭാഷയിൽ തന്നെ സംസാരിക്കും. ഇന്നത് കാർട്ടൂണിലാണ് സംസാരിക്കുന്നത്, അതൊക്കെ ലൈവായിട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നതാണ്. നായ സംസാരിച്ചു. വാക്കെന്താണ്? ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ എനിക്കിഷ്ടമാണ്. അതിന്റെ അർത്ഥം, മുഅ്മിനായ ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചുറ്റുഭാഗത്തുമുള്ള ജീവജാലങ്ങൾക്ക് മുഅ്മിനെ സംബന്ധിച്ചുള്ള ഒരു സ്നേഹം ജീവികളുടെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നുണ്ട്. ജീവികളുടെ ഖൽബിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്നു. അവർക്കറിയാം ഇവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, ഇവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. ഇത് പറഞ്ഞപ്പോ അവരാ നായയെ കൂടെ കൂടുകയാണ് ഉണ്ടായത്. എട്ടാമൻ അവരിൽ ഒരു നായയാണ്. വിശുദ്ധ ഖുർആൻ പറയാൻ, നായ എന്നത് മുഗല്ലദായ നജസാണെന്നാണ്. മുഗല്ലദ നജസ് എന്ന് പറഞ്ഞാൽ നായയുമായി സ്പർശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 7 പ്രാവശ്യം കഴുകണം. 7-1 മണ്ണ് കൊണ്ട്. മണ്ണ് എന്നുള്ളത് സോപ്പ് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. ഡിറ്റർജന്റ് എന്നതിന് അർത്ഥം കൊടുക്കുന്നത്. മണ്ണാണെങ്കിൽ മണ്ണ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഒരാൾക്ക് സോപ്പ് ഉപയോഗിക്കാം, ലിക്വിഡ് ഉപയോഗിക്കാം, ഒരു ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് കഴുകണം. 7 പ്രാവശ്യം കഴുകണം. 7-1 ഇങ്ങനെ ആവൽ നിർബന്ധമാണ്.
അങ്ങനത്തെ ഒരു മുഗല്ലദായ നജസ് ആ ജീവിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് വസാമിനുഹും, അവരിൽ എട്ടാമൻ, ഏഴാളെ പറഞ്ഞ് അവരിൽ എട്ടാമത്തെ ആൾ ഈ നായയാണ്. കൽബുഹും, അങ്ങനെ പറയാൻ മാത്രം ഒരു ജീവിയെ അള്ളാഹുവിന്റെ ഔലിയാനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. അവരിലേക്ക് ചേർത്തി പറഞ്ഞു എട്ടാമൻ ഇന്ന ആൾ, ഏഴാമൻ ഇന്ന ആൾ, ആറാമത് ഇന്ന ആൾ എന്നൊക്കെ പറയുന്ന പോലെ വസാമിനുഹും കൽബുഹും, എട്ടാമത്തെ ആൾ ഇവരുടെ നായയാണ് എന്ന് അള്ളാഹു പറയണമെങ്കിൽ സജ്ജനങ്ങളുടെ കൂടെ നടന്നാൽ അവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു അവരെ ചേർക്കുന്നത് എന്നാണ്. നമ്മൾ മോശക്കാരായിരിക്കാം, പക്ഷേ സദസ്സിൽ എന്തുണ്ടാവും? നല്ല മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിലായിട്ട് അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ടാണ് കൂട്ടമായിട്ട് നമ്മൾ ദിക്ർ ചൊല്ലണം എന്ന് പറയുന്നത്, കൂട്ടമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നത്, കൂട്ടമായിട്ട് ദുആ ചെയ്യുന്നത്. റബ്ബന, അല്ലേ, എങ്ങനെ ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നീ താവടച്ചോനെ, നമ്മളെല്ലാവരും കൂടി പറയുമ്പോൾ അള്ളാഹു തആല തന്നേക്കും. സുഹ്ബത്തു സ്വാലിഹ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുന്നതാണ് ദീനിൽ വരുന്ന ഫിത്നയുടെ പരിഹാരമെന്നും വിശുദ്ധ ഖുർആൻ ഇവിടെ തന്നെ പറഞ്ഞു. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഫിത്നത്തു ദീൻ വന്നു കഴിഞ്ഞാൽ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, നബിയെ അല്ലാഹുവിനെ സ്മരിക്കുന്ന, അല്ലാഹുവിനെ ഓർക്കുന്നവരോടുകൂടെ അങ്ങ് ക്ഷമിച്ചു നിന്നു പോരണം നബിയെ. അത് ദീനിൽ ഒരു ഫിത്ന വരുമ്പോഴുള്ള സംരക്ഷണമാണ്. നല്ല ജനങ്ങളുടെ കൂടെയാവുക. അപ്പൊ അള്ളാഹു നമ്മയും അവരുടെ കൂട്ടത്തിലേക്ക് ആക്കി കളയും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് വസാമിനുഹും, ഒരു നായെ അള്ളാഹു അവന്റെ ഔലിയായിലേക്ക് ചേർത്തി പറഞ്ഞാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഖിദ്മത്ത്, എന്തെങ്കിലും അവരോടൊരു സ്നേഹം, എന്തെങ്കിലും ഒരു നന്മ അവരുടെ കൂടെ നിൽക്കുകയോ അവരോട് മനസ്സുമായി കൂടെ നിൽക്കുകയോ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് നമ്മെ അങ്ങ് ചേർത്തിത്തരും. മഅയ്യത്ത് വേണമെന്നാണ്. അതുകൊണ്ട് കുറച്ച് നല്ല സുഹൃത്തുക്കൾ എപ്പോഴും വേണമെന്ന, കുറച്ച് നല്ല നല്ല ആളുകളെ സുഹൃത്തുക്കളായി കൊണ്ടു നടക്കണം. അള്ളാഹു നമുക്ക് നല്ല സുഹൃത്തുക്കളെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.